ഉമാ തോമസ് എംഎൽഎയുടെ അപകടവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ആരോപണവുമായി കോൺഗ്രസിന്റെ മാർച്ച് കൊച്ചിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് നേതാക്കൾക്കെതിരെ. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനടക്കമുള്ള നേതാക്കളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോർപ്പറേഷൻ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. DCCയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. നഗരസഭയ്ക്ക് വീഴ്ച പറ്റി, പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തൽ നഗരസഭയ്ക്ക് വീഴ്ച പറ്റി എന്ന ആരോപണമാണ് കോൺഗ്രസ് ഇപ്പോൾ ശക്തമായി ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായി നടത്തിയ പ്രതിഷേധ മാർച്ചാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധ പരിപാടി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് നേരത്തെ GCDAക്കെതിരെ ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഉമാ തോമസ് എംഎൽഎ അപകടത്തിൽപ്പെട്ടത് കോർപ്പറേഷൻ അനാസ്ഥ എന്നാരോപിച്ചാണ് എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിനെതിരെയും കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കൊച്ചി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യക്കെതിരെയാണ് മുഹമ്മദ് ഷിയാസിന്റെ വിമർശനം. തൃശൂർ റേഞ്ച് ഐജി ആയിരുന്നപ്പോൾ പുട്ട വിമലാദിത്യ നടത്തിയ പരിപാടികൾ സ്പോൺസർ ചെയ്തത് കലൂരിലെ നൃത്ത പരിപാടിയുടെ സംഘാടകനായ ജനീഷാണ് എന്ന രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുകയാണ്. അതിന്റെ ചിത്രങ്ങൾ കൈവശമുണ്ടെന്നും ഷിയാസ് പറയുന്നു. പുട്ട വിമലാദിത്യ അല്ല, പൊട്ട വിമലാദിത്യയാണ് എന്നാണ് ഷിയാസിന്റെ അധിക്ഷേപം. ഗൗരവതരമായ ആരോപണമാണ്. നേരത്തെയും നമ്മുടെ മാതൃഭൂമി ന്യൂസിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ഈ വിഷയത്തിൽ തന്നെ അതിഥിയായിരിക്കുമ്പോഴും പുട്ട വിമലാദിത്യക്കെതിരെ ഷിയാസ് വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പുട്ട വിമലാദിത്യക്ക് ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി അതിന്റെ നടത്തിപ്പുകാരനുമായി ബന്ധമുണ്ട് എന്ന ആരോപണമാണ് ഷിയാസ് വീണ്ടും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വീണ്ടും ഉന്നയിക്കുന്നത്. മുഹമ്മദ് റിയാസിനെതിരെ വിമർശനമുണ്ട്. റിയാസിന്റെ ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് ഇതിന് GCDA നൃത്ത പരിപാടിക്ക് അനുമതി കൊടുത്തത് എന്നും ഷിയാസ് പറയും. നടി ദിവ്യ ഉണ്ണിക്കെതിരെയും വിമർശനമുണ്ട്. ഇത്തരം ഒരു അപകടം ഉണ്ടായിട്ട് ഒന്നാം പരിപാടി നടത്തി, അതിനുശേഷം ഉമാ തോമസ് എംഎൽഎ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ അമേരിക്കയിലേക്ക് മടങ്ങി എന്നടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ അൻവർ സാദത്ത് എംഎൽഎ ഉന്നയിക്കുന്നുണ്ടായിരുന്നു.